ഒരു സിംഗർ ബർഗറും ഒരു ഷവർമയും നിങ്ങൾ 3 മിനിറ്റ് കൊണ്ട് കഴിച്ചു തീർക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 1000 രൂപയും ഒരു മൂവി ടിക്കറ്റും ഞാൻ തരും. പക്ഷേ നമ്മുടെ സബ് ആണെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ 100 രൂപ മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പൊ തന്നെ വീഡിയോ എന്തായാലും സബ് ചെയ്ത് വെച്ചേ ഗൈസ്. നമ്മൾ വന്നേക്കുന്നത് ബേക്ക് താഷിലാണ് വന്നേക്കുന്നത്. ഇവർ പുതിയതായിട്ട് ഓപ്പൺ ചെയ്തേക്കുന്ന ചേരാനല്ലൂരുള്ള ഒരു അടിപൊളി ഷോപ്പിലാണ് നമ്മൾ വന്നേക്കുന്നത്. ക്വാളിറ്റി ഷവർമയും ബർഗറും കഴിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് പോന്നാൽ മതി. ഇവിടെ നല്ല അടിപ്പ ഷവർമയും ബർഗറും കിട്ടും. ആളെ നോക്കി നിൽക്കുന്നുണ്ട് നമ്മള്. മിക്കവാറും ഉണ്ടല്ല റോട്ടിൽ നിന്ന് തന്നെ ആളപ്പിക്കേണ്ടി വരും തോന്നുന്നു. കുറച്ചു നേരം നിന്നിട്ട് അധികം ആൾക്കാരൊന്നും കണ്ടില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു മിക്കവാറും റോട്ടിൽ നിന്ന് തന്നെ ആളപ്പിക്കേണ്ടി വരും എന്നാ തോന്നണേട്ടാ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾ സബ്സ്ക്രൈബർ ആണ് വന്നതെങ്കിൽ നമ്മൾക്ക് അവർക്ക് 1000 രൂപ ഒരു മൂവി ടിക്കറ്റ് ആണ് കൊടുക്കുന്നത്. സബ്സ്ക്രൈബർ ആരെങ്കിലും കണ്ടാ ഭാഗ്യം. തിരക്കായിരുന്നോ? ചെറിയൊരു ഫുഡ് ചലഞ്ച് വീഡിയോയിൽ നിൽക്കാൻ താല്പര്യമുണ്ടോ? സമയം ഒട്ടുമില്ലേ? പുള്ളിക്ക് സമയമില്ല കേട്ടാ. ഭയങ്കര തിരക്കിലായിരുന്നു വെച്ചാൽ പുള്ളി. ഒട്ടും സമയമില്ലായിരുന്നു. ഒരു ചെറിയൊരു വീഡിയോ നിൽക്കാൻ താല്പര്യമുണ്ടോ? ഒരു ഫുഡ് ചലഞ്ച് വീഡിയോ ആയിരുന്നു. എന്താണ്? ഹിന്ദി. ഓ ഹിന്ദിയെ. ഓക്കെ ഓക്കെ ഓക്കെ. ഹിന്ദി ഹിന്ദിയാ ഫുഡ് ചലഞ്ച് എന്ന് പറയാൻ സോഷ്യൽ മീഡിയയിൽ വരും. എന്ത് എന്താണ്? ചളുപ്പ അത് സീനൊന്നുമില്ല. നീ സംസാരിക്കൊന്നും വേണ്ട. എടാ വേറൊന്നുമല്ല. ഇവിടെ ഒരു ഷവർമയുണ്ട്, ഒരു സിംഗർ ബർഗർ ഉണ്ട്. ഇത് ഒരു 3 മിനിറ്റുള്ളിൽ കഴിച്ചെടുക്കാൻ പറ്റും നമുക്ക്. ഷവർമയും സിംഗർ ബർഗറും 3 മിനിറ്റ്. ഷവർമ ഓക്കെ. സിംഗർ ബർഗർ ഒറ്റ എണ്ണം പറ്റുള്ളൂ അല്ലെങ്കിൽ 2 എണ്ണം. ഇത് 2ഉം കൂടി കഴിച്ചു തീർക്കുവാണെങ്കിൽ നിനക്ക് ക്യാഷ് പോകും. മെയിൻ ആയിട്ട് പോപ്പോയ് എന്നുള്ള ചാനൽ സബ് ചെയ്തിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? കേട്ടിട്ടില്ല. പോപ്പോയ് എന്ന് പറഞ്ഞുള്ള ചാനൽ സബ് ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലേ. സബ് ആയിരുന്നെങ്കിൽ 1000 രൂപയും. ഇതാരാ? കമ്പനിക്കാരനാണോ? ഓടിക്കളഞ്ഞ കമ്പനിക്കാരനെ ഓടിക്കളഞ്ഞ. എടാ സബ് ആയിരുന്നെങ്കിൽ 1000 രൂപയും മൂവി ടിക്കറ്റ് വരുന്നു. നോക്കാന്ന് നമുക്ക്. ഇത് ഇവിടെയാണ്, ബെക്താഷിലാണ്. ബെക്താഷി കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല ഞാൻ കണ്ടുള്ളൂ. പുതിയ ബ്രാഞ്ച് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ആ കാക്കനാട് ഉണ്ട്, എറണാകുളത്തുണ്ട്, MG റോഡിലൊക്കെ ഉണ്ട് ഇവരുടെ ഔട്ട്ലെറ്റ്. നമുക്ക് ഇവിടെ നിന്ന് അടിച്ചു നോക്കാം. എങ്ങനെയുണ്ടാവും? പറ്റുമായിരിക്കും. അല്ലെ നമുക്ക് ബാക്കി നോക്കാന്ന്. വാ കയറിക്കോ അങ്ങോട്ട്. വണ്ടി പാർക്ക് ചെയ്യും. നമുക്ക് ആളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടാ. നമുക്ക് ഇതിൽ നെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബില്ല് വരും, വെള്ളം വരും, കണ്ടാ വെയിറ്റർ വരും. നമ്മളെ പുതിയ സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഇവിടെ. ബൈ ദ വേ ഗൈസ്, നമ്മള് ചേരാനല്ലൂരുള്ള ഇവരുടെ പുതിയൊരു ഔട്ട്ലെറ്റ് തുടങ്ങിയിട്ടുണ്ട്, ബിഗ് തഷ് എന്ന് പറഞ്ഞിട്ട്. അവിടെയാണ് നമ്മളിപ്പോ വന്നേക്കുന്നത്. അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയിലുള്ള രീതിക്ക് ഷവർമയും കാര്യങ്ങളും കഴിക്കണമെങ്കിൽ നിങ്ങൾ നേരെ ഇങ്ങോട്ട് പോന്നാൽ മതി. ഇപ്പൊ നമുക്ക് പേരെന്തായിരുന്നു? ഹരി എന്നുള്ള പേരുള്ള ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ സബ്ബല്ല. സബ് നിങ്ങൾ എന്തായാലും വീഡിയോ ഇപ്പൊ തന്നെ സബ് ചെയ്ത് വെച്ചേക്ക്. സബ് ആയിരുന്നെങ്കിലുള്ള കാര്യം നിങ്ങൾക്ക് അറിയാലോ. 1000 രൂപയും ഒരു മൂവി ടിക്കറ്റും. അത് നമ്മള് നോക്കട്ടെ. ഇനിയും അത് കൂട്ടുന്ന കാര്യം നമ്മൾ ആലോചിക്കുന്നുണ്ട്. സെറ്റാക്കാൻ നമുക്ക് ഒരു അക്സെപ്റ്റ് ചെയ്യും. ഒരു ചെറിയൊരു ചലഞ്ച് അല്ലേ, ഒരു സീനും ഇല്ലെന്ന്. സീനില്ല. അപ്പൊ നമ്മൾ ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനാണ്. ബർഗറും ഇതും വന്നിട്ട് ഇതേ ഈ ടൈം പറയുമ്പോൾ ചില ആൾക്കാർ നമ്മളൊക്കെ പറയുന്നുണ്ട് ടൈം കുറഞ്ഞു പോയി, ചിലർ കൂടിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഈ സാധനം വന്നിട്ട് കഴിച്ചു നോക്കിയിട്ടല്ല ശരിക്കും പറയുന്നത്. അപ്പൊ നമുക്കൊരു ടൈം പറയാൻ പറ്റും. പക്ഷെ കഴിച്ചു നോക്കിയിട്ട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ എക്സ്ട്രാ ടൈം ഒക്കെ തന്നെ തരാം, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ അതൊന്നും ഓർത്ത് പഠിക്കണ്ട. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെയൊക്കെ വന്നിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് നോക്ക്. നല്ല ഷവർമയൊക്കെ കിട്ടും. ഓക്കെ, എത്രയല്ല പഠിക്കുന്നത്? ഡിഗ്രി കംപ്ലീറ്റ് ആണ്ടാ. നമ്മളുണ്ടല്ലോ, ഇത് നമുക്ക് അറിയാൻ പാലാത്ത ഒരു ഏരിയയാണ്. നമ്മളുടെ ഏരിയയിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം കുറെ ആൾക്കാരെ കാണുന്നതാണ്. ഇവിടെ അത്യാവശ്യം ആൾക്കാരൊന്നും കണ്ടില്ല. ഞങ്ങൾ റോട്ടിൽ പോകുന്ന ആൾക്കാരെയൊക്കെ പിടിച്ച് നിർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഇവൻ ഇവരുടെ കൂളായിട്ട് ഞങ്ങളുടെ മുമ്പിലൊക്കെ നേരെ വന്ന് കയറുന്നത്. അപ്പൊ തന്നെ പിടിച്ചു നിർത്തി, അപ്പൊ തന്നെ ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞ് നേരെ ഇവിടെ കൊണ്ടു കയറ്റിയേക്കാണ്. എന്നാലും വെയിറ്റ് ചെയ്യാം, 5 മിനിറ്റ് എടുക്കും. ഇപ്പൊ ഷവർമയുടെ കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കുഞ്ഞു സ്ഥലം ഇരിക്കത്തില്ല. ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. ഫാമിലി ആയിട്ടൊക്കെ വരുവാണെങ്കിൽ, ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിട്ടൊക്കെ വരുവാണെങ്കിൽ ഇഷ്ടംപോലെ പേർക്ക് ഇവിടെ വന്നിട്ട് ഇരുന്ന് കഴിക്കാൻ പറ്റിയ രീതിയിലുള്ള സ്പേസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, നീ ഇപ്പോ ഒരു ഷവർമ ആദ്യം കഴിക്കേ. ആ ഷവർമ കഴിക്കുമ്പോൾ ഏകദേശം ഒരു ടൈം മനസ്സിലാവൂലേ? അതിനനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ബർഗർ കഴിക്കാനുള്ള ടൈമിലേക്ക് നമ്മൾ എക്സ്ട്രാ ടൈം കൊടുക്കും. നിങ്ങൾക്ക് അറിയാലോ നമ്മൾ എക്സ്ട്രാ ടൈം കൊടുക്കുന്ന കാര്യം. ഒരു സീനും ഇല്ല. നമുക്ക് നോക്കാം. കാരണം എന്താണെന്നറിയാവോ? ഞാൻ പറഞ്ഞുതരാം. 3 മിനിറ്റ് ഇടാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു ഷവർമ ചലഞ്ച് ചെയ്തപ്പോ 1.5 മിനിറ്റ് എടുത്തില്ല. അതിന് മുന്നേ അവൻ ഷവർമ കഴിച്ചു തീർന്നു. മനസ്സിലായ? അപ്പൊ 1.5 മിനിറ്റിനുള്ളിൽ തന്നെ ഷവർമ കഴിച്ചു തീർത്തെങ്കിൽ പിന്നെ ഒരു ബർഗറും കൂടിയല്ലേ ഉള്ളൂ. ബർഗറിന്റെ നമ്മൾ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തപ്പോ അവൻ 1 മിനിറ്റ് കൊണ്ടാണ് ആ ബർഗർ കഴിച്ചു തീർത്തത്. അപ്പൊ നിങ്ങൾ ഒന്ന് കണക്ക് കൂട്ടി നോക്കിയേ. 1.5 മിനിറ്റ് കൊണ്ട് ഷവർമയും 1 മിനിറ്റ് കൊണ്ട് ബർഗറും കഴിച്ചപ്പോ 3 മിനിറ്റ് ലാഭിഷ് ടൈം അല്ലേ? അങ്ങനത്തെ ഒരു രീതിക്കാണ് നമ്മൾ ഈ സെറ്റ് ചെയ്തേക്കുന്നത്. നമ്മളുടെ പ്രീവിയസ് നേരത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബർഗർ 1 മിനിറ്റ് കൊണ്ടും ഷവർമ 1.5 മിനിറ്റ് കൊണ്ടാണ് കഴിച്ചേക്കുന്നത്. അപ്പൊ ഏകദേശം ടൈം മതിയായിരിക്കും. പിന്നെ നമുക്ക് നോക്കട്ടെ. ചലഞ്ച് എന്ന് പറയുമ്പോൾ എപ്പോഴും കറക്റ്റ് ടൈം ആയിരിക്കണമല്ലോ. അല്ലാതെ നമുക്ക് 10 മിനിറ്റ് കൊണ്ട് കഴിച്ചു തീർത്താമെന്ന് പറഞ്ഞാൽ ചലഞ്ച് ആവത്തില്ല, ഇല്ലേ? അപ്പൊ പിന്നെ ചലഞ്ച് എന്ന് പറയുമ്പോൾ അങ്ങനെ ആയിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം, കുഴപ്പമില്ല. ചലഞ്ച് അല്ലേ? നിങ്ങളിപ്പോ സ്കൂളിലും കോളേജിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ മറ്റേ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ്ടൊക്കെ നടക്കാറില്ലേ? അതേപോലെ ഒരു ചെറിയൊരു ചലഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ
സ്കൂളും കോളേജും കഴിഞ്ഞിരിക്കുന്നവരാണെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു ചാൻസ് അത് ഫുഡും കഴിച്ചിട്ട് പോകാലോ. സബ്ബാണെങ്കിൽ അടിപൊളി സെറ്റ്. നമ്മുടെ ഫുഡ് റെഡി ആയിട്ടുണ്ട്. എങ്ങനെയാണ് നോക്കട്ടെ, സീനില്ല, നീ ടെൻഷൻ അടിക്കണ്ടേ? ടെൻഷനൊന്നുമില്ല, അതല്ല വലിയ സാധനം. വലിയ സാധനമല്ലേ, അത് സീനൊന്നുമില്ല. ആ സെറ്റ്. ഇത് ഷവർമ, ബർഗർ. ഇതുണ്ടല്ലോ 3 മിനിറ്റ് അല്ല, ഇപ്പോഴാണ് ഇവിടുത്തെ ബർഗർ ഞാൻ കണ്ടത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള വെച്ചോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള നല്ല സൈസ് ആയിട്ടുള്ള ബർഗർ ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ 3 മിനിറ്റ് ഇവിടെ സെറ്റ് ആവൂല. അതുകൊണ്ടിട്ട് അതിന് ഇത് കഴിച്ചോ. ടോട്ടൽ നമുക്ക് 5 മിനിറ്റ് തരാം. ഓക്കെ, ടോട്ടൽ 5 മിനിറ്റ് ആണ് നമുക്ക് കൊടുക്കാൻ പോണത്. കാരണം ഉണ്ടല്ലോ ഇവിടുത്തെ ബർഗറൊക്കെ നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പൊ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ പോണെയാണ്. ടെൻഷൻ ഒന്നും അടിക്കണ്ട, കൂളായിട്ടിരിക്കേ. കിടിലം ബർഗറാണ്, നല്ല അടിപൊളി ബർഗർ. കാണിച്ച് കൈ പിടിച്ച് കൈ വെച്ചിട്ട് ഈ ബണ്ണ് പൊക്കി, ഈ ബണ്ണ് പൊക്കാൻ കാണിച്ച് ഓക്കെ. നോക്കിയേ, നല്ല സെറ്റ് സാധനമാണ് വന്നേക്കണത്. ഇവിടെ വരാൻ നേരത്ത് ഇവളുടെ ചെറിയൊരു വെൽക്കം ഡ്രിങ്ക് പോലത്തെ ഒരു സംഭവം ഫ്രീ ആണ്. പിന്നെ വെള്ളം ഇവിടെ ഉണ്ട്, അത് നമുക്ക് ഒഴിച്ചു വെച്ചേക്കാം. ഒരു അംഗത്തിനുള്ള പുറപ്പാട് ഇവിടെ തുടങ്ങാൻ പോണെയാണ്. നമ്മ പുതിനയിലേക്ക് ഇട്ട് വെച്ചേക്കണത് വെള്ളം ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്തേലും ഉണ്ടെങ്കിൽ അതെടുത്ത് കുടിക്കാം. ഓക്കെ, ചലഞ്ച് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോണെയാണ്. ടൈമർ ഇവിടെ വെക്കാൻ പോണെയാണ്. 3 മിനിറ്റ് എന്നുള്ളത് നമ്മൾ 5 മിനിറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് അതിനടുത്ത് വെച്ച് കാണാം, നോക്കാം. ഓക്കെ, തുടങ്ങാൻ പോണെയാണ്. നമ്മ ആദ്യം തുടങ്ങാൻ പോണത് അത്യാവശ്യം നല്ല സൈസുള്ള ബർഗറാണ് വന്നേക്കണത്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാൻ പോണെയാണ്. ടൈമർ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോണെയാണ്. 5 മിനിറ്റ് ടൈം ഉണ്ട്. വലിച്ചു ഇത് മൊത്തം തീർക്കണോ? ബാക്കി ഞാൻ തീർക്കാം. ഇത് കഴിഞ്ഞ വീഡിയോ പറഞ്ഞ ബാക്കി ഞാൻ തീർക്കാം. നീ തന്നെ തീർക്കണം. ഓക്കെ, എങ്ങനെയാണെങ്കിലും തിന്നാ, നിനക്ക് ഇഷ്ടമുള്ള പോലെ തിന്നാ. ഓക്കെ, ഇപ്പൊ നമ്മ 5 മിനിറ്റ് ടൈമാണ് കൊടുത്തേക്കണം കേട്ടാ. ചലഞ്ച് നമ്മ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോണെയാണ്. സ്റ്റാർട്ട്. ഓക്കെ, നിനക്ക് എങ്ങനെയാന്ന് വെച്ചാൽ കഴിച്ചോ. എടാ അതവന്ന് പിന്നെ അത്യാവശ്യം വില്ലലാണെന്ന് തോന്നണ്ടാ. നീ മിണ്ടണ്ട, കുഴപ്പമില്ല. മിണ്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിന്റെ കോൺസെൻട്രേഷൻ പോകും. ടൈം നമ്മുടെ പോയിക്കൊണ്ടിരിക്കണം, ഒരു കുഴപ്പമില്ല. ടൈം ലാഭിഷുണ്ട്. 5 മിനിറ്റ് ടൈമില്ലേ, സെറ്റ് ആയിട്ട് കഴിച്ചു തീർക്കാൻ പറ്റും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് 5 മിനിറ്റ് ടൈം ഉണ്ടെങ്കിൽ ഈ ബർഗറും ഇതും കഴിച്ചു തീർക്കാൻ പറ്റുമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യട്ടെ ഗൈസ്. അത് മാത്രമല്ല, വീഡിയോ എന്തായാലും ഇപ്പൊ തന്നെ സബ് ചെയ്ത് വെച്ചേക്ക്. ടൈം നമ്മളിവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ബ്രാഞ്ച് ഉണ്ടല്ലോ, നെട്ടൂര്, എടപ്പള്ളി, കാക്കനാട്, MG റോട്ടിലൊക്കെ ഇവരുടെ ബ്രാഞ്ച് അവൈലബിൾ ആണ്. നല്ല കലക്കം ക്വാളിറ്റി ഷവർമയും നല്ല കിടിലം. എങ്ങനെയുണ്ട് ബർഗർ? എങ്ങനെയുണ്ട്? സെറ്റ് സാധനമല്ലേ ബർഗർ? നല്ല കലക്കം ബർഗറൊക്കെ കഴിക്കണമെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരി, കിടില സാധനം കിട്ടും. ഇവരിപ്പൊ തുറന്നതേലടാ. ക്വാളിറ്റി ഒരു രക്ഷയില്ലല്ലേ, കലക്കം ക്വാളിറ്റി. ചോദിച്ചോ. നീ മിണ്ടരുത്. നിനക്ക് വോയിസ് ഇല്ല. നീ കഴിക്കണം. എടാ സ്ലോവി കഴിച്ചാൽ മതി. അതായത് ഫുഡ് കഴിച്ച് തട്ടിപ്പോയെന്നുള്ള സീരിട്ടാ. നീ നോർമലി നിനക്ക് പറ്റുന്ന രീതിക്ക് കഴിച്ചാൽ മതി. പക്ഷെ ഏകദേശം തീർക്കാറായിട്ടാ. 1.5 മിനിറ്റ് ആയിട്ടുള്ളൂ. ഇതാണോ എന്നിട്ട് പറഞ്ഞത്? ചോദിച്ചോ. സമാധാനം. ഞാനിവിടെ കിടന്ന് പറഞ്ഞിട്ടിരിക്കോട്ടെ. ഇവരുടെ കോൺസെൻട്രേഷൻ കളയണ്ട. ചലഞ്ച് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കാണിച്ചു തരായിരുന്നു. ഇവനാണ് ആദ്യം പറഞ്ഞത് ഇവന് കഴിക്കാൻ പറ്റൂലെന്നാ പറഞ്ഞേ. പക്ഷെ നോക്കി തീർക്കാറായി, തെറ്റി. പക്ഷെ വേറൊരു കാര്യമുണ്ട്, 2 മിനിറ്റ് ആകാൻ പോണ്ട്. 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മുടെ ഷവർമ റെഡിയാണ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഷവർമ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ പിടിച്ചിട്ടുണ്ട്, റെഡി ആയിട്ടിരിക്കുകയാണ്. കുഴപ്പമില്ല. കോളക്ക സീനില്ല. ഇത് കഴിഞ്ഞിട്ട് ഷവർമ ഇവിടെ റെഡിയാണ്. 2 മിനിറ്റ് നമുക്ക് കവർ ആയിട്ടുണ്ട്. ഇനി 3 മിനിറ്റ് ഉണ്ട്. നോക്കി, ഇനി 3 മിനിറ്റ് ഉണ്ട്. അത്ര ഉള്ളത്. ഇനി 3 മിനിറ്റ് ഉണ്ട് ഇവിടെ. സെറ്റ്. എന്നെ കൊണ്ട് നടപടിയാവില്ല. നിന്നെ കൊണ്ടേ നടപടി ആകുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇത് സ്പീഡിൽ കഴിച്ചു. നല്ല ക്വാണ്ടിറ്റി ഉള്ള ബർഗർ ആയിരുന്നു. അത്യാവശ്യം ഉണ്ടോ അതെ. സെറ്റ് ഓട്ടങ്ങാട്ട്. പറ്റും. വെള്ളം ഒഴിക്കണം. വെള്ളം വേണേ ഇനിയും തരാം. മറ്റേ സാധനം, എന്ത് സാധനം ഇത്? മറ്റേ തണ്ണിമത്തന്റെ ആരാണ്ടൊക്കെ വിളിച്ചോണ്ടിരിക്കണ. അതിന്റെ ഇടയിൽ കൂടി ഫോണ് സൈലന്റ്. ടെൻഷൻ. ഇത്തിരി വെള്ളോ? ടിഷ്യൂ അതൊക്കെ തരാം. എന്തിനാണ്? അവിടെ വെച്ച ആവശ്യം വരെ. സെറ്റാടാ, സെറ്റ്. 3 മിനിറ്റ് കവറായിട്ടാ.
എടാ പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ ഷവർമ്മക്ക് 1 മിനിറ്റ് മതി. പക്ഷേ നീ തെളിയിച്ചിട്ടുള്ളതാണ് ഷവർമ്മക്ക് 1 മിനിറ്റ് കൊണ്ട് കഴിക്കാൻ പറ്റുന്ന ഇവിടെ തെളിയിച്ചിട്ടുള്ള കേസാണ്. അപ്പൊ ഇല്ലേ നീ അതെങ്ങാനും എന്ത് ചെയ്ത് കണ്ട 4 മിനിറ്റിനുള്ളിൽ തീർത്ത് കഴിഞ്ഞാൽ നിനക്ക് ഇതേ ഷവർമ്മ ഞാൻ ഇവിടെ പൊളിച്ചു വെക്കാം. ഷവർമ്മ വേണ്ട, പൊളിക്കാനുള്ള ഒരു 10 സെക്കൻഡ് നമ്മൾ എക്സ്ട്രാ തരാം. അത് തീർക്കുവാണെങ്കിൽ ഇതേ കണ്ട, അത് 4 മിനിറ്റിനുള്ളിൽ തീർക്കുവാണെങ്കിൽ ഷവർമ്മ തീർക്കാവുന്ന കേസ് കേട്ടാ. പറ്റും. ചെറിയ പെണ്ണ് മതിയായിരുന്നു, ക്വാണ്ടിറ്റി കൂടിപ്പോയി ഇവിടെ. 3.5 മിനിറ്റ് ആയി, ഇനി 1.5 മിനിറ്റും കൂടി ഉണ്ട് കേട്ടാ. 5 മിനിറ്റ് ഇനി 1.5 മിനിറ്റും കൂടി ഉണ്ട്. നമ്മൾ ആദ്യം 3 മിനിറ്റിലാണ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചത്, പക്ഷെ നമ്മൾ എക്സ്ട്രാ ടൈം കൊടുത്തിട്ടുണ്ട്. 5 മിനിറ്റ് ആക്കി. 5 മിനിറ്റ് തീർക്കാൻ പറ്റും, ഉറപ്പാണ്. എന്നെ കൊണ്ട് പറ്റും, ഉറപ്പ്. ഇന്ന് എനിക്കായിരുന്നെങ്കിൽ ഞാൻ കഴിച്ചു തീർത്തേനെ. അടുത്തൊരു ചലഞ്ചിൽ ഉണ്ടല്ലോ, ഒരു ഷവർമ ഈറ്റിംഗ് ചലഞ്ചിൽ ഞാനും ആ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുമായിട്ട് ഞാനും പുള്ളിയും കൂടി ഇപ്പൊ നമ്മളുടെ ചലഞ്ച് വീഡിയോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു വ്യക്തി ഉണ്ടാവത്തില്ലേ. ചിലപ്പോൾ സബ്സ്ക്രൈബർ ആയിരിക്കാം, ചിലപ്പോൾ അല്ലാത്തവരായിരിക്കാം. പക്ഷെ അവരും ഞാനും തമ്മിൽ ഒരു കോമ്പറ്റീഷനെ പറ്റി നിങ്ങൾ എന്ത് തോന്നുന്നു? നിങ്ങൾ കമന്റ് ചെയ്യട്ടെ ഗൈസ്, അല്ലേ? കമന്റ്. എടാ ഇത് കണ്ട 4:20 4:25 തീരൂല. ഡ്രോപ്പ് ചെയ്താ 30 സെക്കൻഡ്. ഓ പിന്നെ ഇല്ല, അവൻ ഡ്രോപ്പ് ചെയ്ത്. പക്ഷെ അവനിക്ക് ഏകദേശം തീർക്കായിരുന്നിട്ടാ. 3 മിനിറ്റ് കൊണ്ട് അവന് കവർ ആക്കാൻ പറ്റിയതായിരുന്നു. പക്ഷെ ഇപ്പതേ ടൈം ഔട്ട് ആവും. 3 മിനിറ്റ് കൊണ്ട് അവന് ഏകദേശം ഫിനിഷ് ചെയ്യാൻ പോയത്. പക്ഷെ ആദ്യത്തെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലായിരുന്നല്ലോ നിനക്ക്. ആദ്യം നല്ല സ്പീഡിൽ കഴിച്ചിട്ട് എന്താണ് ആദ്യം 5 മിനിറ്റ് കഴിഞ്ഞു ശരിക്കും ഇവിടെ. ആദ്യം ഇവൻ നല്ല സ്പീഡിൽ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ശരിക്കും തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഴയ വീഡിയോ കണ്ടു നോക്കിയാൽ മനസ്സിലാവും. നമ്മളുടെ ഒരു ബർഗറിന്റെ കണ്ടന്റ് അവൻ 1 മിനിറ്റ് കൊണ്ട് കഴിച്ചു തീർത്ത്, അടിപൊളിയായിട്ട് കഴിച്ചു തീർത്ത്. പക്ഷെ അത് ചെറിയ ബർഗർ ആയിരുന്നു, ഇത് അത്യാവശ്യം നല്ല വലിയ ബർഗർ ആയിരുന്നു. അങ്ങനെ നോക്കിയാൽ 3 മിനിറ്റ് കൊണ്ട് ആ ബർഗർ കഴിച്ചു തീർക്കാൻ പറ്റും. 3 മിനിറ്റ് കൊണ്ട് കഴിച്ചു തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഷവർമ്മ അവൻ 1 മിനിറ്റിൽ പിടിക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനത് തീർന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ ഒരു 30 സെക്കൻഡും കൂടി കൊടുത്തേനെ. 1 മിനിറ്റിൽ പിടിക്കാൻ നോക്കിയിരുന്നെങ്കിൽ. പക്ഷെ ഇവന് ആ സമയം കൊണ്ട് ഇവന് ആ ബർഗർ മാത്രമേ തീർക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്തായാലും ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. തീർക്കാൻ പറ്റുമോ? പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ എന്തായാലും വീഡിയോ സബ് ചെയ്ത് വെച്ചേക്ക്. അത് മാത്രമല്ല ഇവരുടെ ഔട്ട്ലെറ്റ് നിങ്ങൾ എന്തായാലും വന്ന് ചെക്ക് ചെയ്ത് വെച്ചേക്ക്. കിഡ്ലനാണ്. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഫുഡ് അല്ലായിരുന്നു? ബർഗർ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ക്വാണ്ടിറ്റി ഇല്ലേ? സെറ്റ് അല്ലേ? ചലഞ്ച് തോറ്റെന്ന് ഞാൻ പറയുന്നില്ല. ഇവന് വിഷമം പോകുമെന്ന് പറഞ്ഞാൽ ഇവൻ ചലഞ്ച് ജയിച്ചിരിക്കുവാണ്. പക്ഷെ ഇവന് കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. തോറ്റെന്ന് പറയൂല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.